ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. തംബ്നെയിൽ കണ്ടിരിക്കുന്നത് പോലെ തന്നെ റെറ്റിനോൾ സെറത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞാൻ ഡോക്കിന്റെ 1% റെറ്റിനോൾ സെറമാണ് വാങ്ങിയത്. പർപ്പിളിൽ നിന്നാണ് വാങ്ങിയത്. പർപ്പിൾ ഹോൺ എന്നൊരു വീഡിയോയിൽ ഞാൻ പർപ്പിളിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, ഞാനൊരു ഫീഡിംഗ് മദർ ആയതുകൊണ്ട് തന്നെ യൂസ് ചെയ്യരുതെന്നാണ് പറയുന്നത്. ഞാൻ ഒരു ദിവസം യൂസ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പം എന്തായാലും നമ്മുടെ കുഞ്ഞിന്റെ ഹെൽത്തിനെ ബാധിക്കും എന്നൊക്കെ പറയുന്നത് കൊണ്ട് അതെന്താണ് കാരണം എന്നറിയാൻ വേണ്ടിയിട്ട് ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത്, അതുപോലെ നമ്മളെ യൂട്യൂബിലും വീഡിയോസൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് ഞാനൊരു കൺക്ലൂഷനിൽ എത്തിയിരിക്കുന്നത്. അപ്പം എനിക്ക് പറ്റിയ ഒരു അബദ്ധം ആരും ഒന്നും ചെയ്യരുതല്ലോ. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഇതാണ് ഞാൻ വാങ്ങിയ ഡോക്കിന്റെ 1% റെറ്റിനോൾ സെറം. ഇതിന് 275 രൂപയാണ് പ്രൈസ് വരുന്നതെങ്കിലും എനിക്ക് ഓഫർ പ്രൈസിൽ 245 റേഞ്ചിലെങ്ങാണ്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പം ഗുഡ് ക്വാളിറ്റിയിലുള്ള പാക്കിംഗ് ഒക്കെയാണ്. ഇതൊരു ഗ്ലാസ് ബോട്ടിൽ ആയതുകൊണ്ട് തന്നെ നല്ല സെക്യൂർ ആയിട്ടുള്ള പാക്കേജിംഗ് ആണ് അവർ നൽകിയിരിക്കുന്നത്. ഇത് ഒരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ, ഞാൻ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. ഈ ബോക്സ് പൊട്ടിക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കളർ വരുന്നത്, ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ കളർ അങ്ങനെ വേണമെങ്കിൽ പറയാം. നല്ല സ്മെല്ലാണ്. അപ്പം ഞാനിത് ഒരു ദിവസം യൂസ് ചെയ്തു. നമ്മുടെ ഫീഡിംഗ് മദേഴ്സും പിന്നെ പ്രഗ്നന്റ് ലേഡീസും ഇത് യൂസ് ചെയ്യരുത്. എല്ലാ റെറ്റിനോൾ സിറംസിലും വിറ്റാമിൻ A1 വകഭേദമുള്ളതുകൊണ്ടാണ് ഉപയോഗിക്കരുതെന്ന് പറയുന്നത്. 25 വയസ്സിന് മുകളിലുള്ളവർ തീർച്ചയായിട്ടും ഒരു റെറ്റിനോൾ സിറം യൂസ് ചെയ്യണം. കാരണം നമുക്ക് പ്രായം ചെല്ലുന്തോറും നമ്മുടെ സ്കിന്ന് തൂങ്ങാനായിട്ട് സാധ്യതയുണ്ട്. ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സിറം യൂസ് ചെയ്യുന്നത്. ഈ ഒരു സിറം യൂസ് ചെയ്യാൻ നമ്മുടെ സ്കിൻ എക്സ്ഫോളിയേറ്റ് ചെയ്ത് കൊളാജിൻ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുകയും അതുമൂലം നമ്മുടെ സ്കിന്നിൻ്റെ ഫൈൻ ലൈൻസ്, റിങ്കിൾസ് എന്നിവ മാറ്റി സ്കിൻ ഫ്രഷ് ആക്കി നല്ല ബ്രൈറ്റനാക്കാനും സഹായിക്കുന്നു. അതുപോലെ ഈ ഫോട്ടോയിൽ കാണുന്ന അൺഇവൻ സ്കിൻ ടോൺ, പിഗ്മെൻറ്റേഷൻ, മുഖക്കുരു വന്ന പാടുകളെല്ലാം മാറ്റി മുഖം ക്ലിയർ ചെയ്ത് നല്ല ഗ്ലോ തരാനും സഹായിക്കും. ഇനി അറിയേണ്ടത് ഇത് എപ്പോൾ യൂസ് ചെയ്യാം എന്നതാണ്. ഹാപ്പി കുട്ടിയോടെ ഭയങ്കര ബഹളം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡിസ്റ്റർബ് ആവുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഇത് യൂസ് ചെയ്യേണ്ടത് രാത്രിയിലാണ്. രാവിലെ നമ്മളിത് യൂസ് ചെയ്യാൻ പാടില്ല. സൺലൈറ്റ് അടിക്കുമ്പോഴത്തേനും നമ്മുടെ സ്കിന്ന് ഡാമേജ് ആകാൻ സാധ്യതയുണ്ട്. ഇത് യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ മുഖം നന്നായി കഴുകി ഡ്രൈ ആയതിനു ശേഷം മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇത് യൂസ് ചെയ്യുമ്പം ഇതിൽ നിന്ന് 3 മുതൽ 5 ഡ്രോപ്പ് വരെ എടുത്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നമ്മൾ സൂര്യപ്രകാശം തട്ടുന്നിടത്ത് സൂക്ഷിക്കരുത് കേട്ടോ. അങ്ങനെ വരുമ്പോൾ ഇത് പെട്ടെന്ന് ചീത്തയായി പോകാനും സാധ്യതയുണ്ട്. ഇത് യൂസ് ചെയ്യുന്നവര് ഫസ്റ്റ് വീക്കിൽ 2 ദിവസമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും ഇറിറ്റേഷൻസോ റെഡ്നെസ്സോ പീലിങ്സോ എന്തെങ്കിലും കാണുകയാണെങ്കിൽ നമ്മൾ റെറ്റിനോൾ സിറം അവോയ്ഡ് ചെയ്യുക. നമ്മുടെ സ്കിൻ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നറിയാനാണ് നമ്മൾ അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ആഴ്ച മുതൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നൈറ്റ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. റെറ്റിനോൾ ഇട്ട് 10 മുതൽ 20 മിനിറ്റ് കഴിഞ്ഞ് മാത്രമേ മോയ്സ്ചറൈസർ എന്തെങ്കിലും അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. മോയ്സ്ചറൈസർ ഇട്ടില്ലെങ്കിൽ സ്കിന്നിന് ഇറിറ്റേറ്റിംഗ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പുറത്തു പോകുമ്പോൾ സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ പെട്ടെന്ന് തന്നെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ഈ സിറം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് രാവിലെ നിയാസിനിമയുടെ സിറം, ഹൈലറോണിക് ആസിഡ് അടങ്ങിയ സിറംസൊക്കെ യൂസ് ചെയ്യാം. ഇത് യൂസ് ചെയ്യുമ്പോൾ ബെൻസോയിൽ പെറോക്സൈഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, വിറ്റാമിൻ C സിറംസ് എന്നിവ യൂസ് ചെയ്യാൻ പാടില്ല. സ്കിൻ നന്നായി ഡാമേജ് ആകാൻ സാധ്യത. വിറ്റാമിൻ എയുടെ ഒരു വകഭേദം ഉള്ളത് കൊണ്ടാണ് ഇത് ഫീഡിംഗ് മദേഴ്സും അതുപോലെ തന്നെ പ്രഗ്നന്റ് ലേഡീസും യൂസ് ചെയ്തതെന്ന് പറയുന്നത്. അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹെൽത്തിനെ അത് ബാധിക്കും. അതുകൊണ്ട് ഇങ്ങനെ ഇത് യൂസ് ചെയ്യുന്ന പ്രഗ്നന്റ് ലേഡീസോ അല്ലെങ്കിൽ ഫീഡിനെ പോലെ മണ്ടത്തരം കാണിച്ച് വാങ്ങിയ ഏതെങ്കിലും ഫീഡിംഗ് മദേഴ്സും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്യാം. നമ്മുടെ കുഞ്ഞിൻ്റെ ആരോഗ്യമാണ് മുഖ്യം. 2 വർഷത്തേക്ക് നമുക്ക് ഫീഡ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിപ്പം എനിക്കിത് വാങ്ങിച്ചിട്ട് 2025 വരെ ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് എന്തായാലും അടുത്ത വർഷം ആകുമ്പോൾ നമ്മുടെ ഹാപ്പി കുട്ടിന് 2 വയസ്സാവും. അന്നേരം എനിക്ക് യൂസ് ചെയ്യാം. അപ്പം ഞാനിത് മാറ്റി വെക്കുകയാണ് കേട്ടോ. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നമ്മുടെ വീഡിയോ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ, ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.